നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. 3 കോടി മലയാളികൾക്ക് അറിയാത്ത ട്രിക്സ് നിങ്ങൾക്ക് പഠിക്കാം. മാവ് പരത്തിയ ശേഷം ഒരു പാത്രത്തിന്റെ അടപ്പ് ഉപയോഗിച്ച് അമർത്തിയാൽ നല്ല വൃത്താകൃതിയിലുള്ള കഷ്ണങ്ങൾ ലഭിക്കും. ഉരുളക്കിഴങ്ങ് ഒരു വലയിലാക്കി വേവിച്ച ശേഷം കൈകൊണ്ട് അമർത്തിയാൽ തൊലി കളയാതെ തന്നെ എളുപ്പത്തിൽ ഉടച്ചെടുക്കാം. 2 ഫോർക്കുകൾ തക്കാളിയിൽ കുത്തിവെച്ച് അതിനിടയിലൂടെ മുറിച്ചാൽ ഒരേ വലുപ്പത്തിൽ വൃത്തിയായി മുറിച്ചെടുക്കാം. പുതിയ എണ്ണക്കുപ്പിയുടെ ഉള്ളിലെ സീൽ പൂർണ്ണമായും കളയുന്നതിന് പകരം അത് തിരിച്ചുവെച്ച് പകുതി മാത്രം അടച്ചാൽ ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിക്കാൻ സാധിക്കും. വെളുത്തുള്ളിയുടെ താഴത്തെ ഭാഗം കത്തികൊണ്ട് മുറിച്ച ശേഷം കൈകൊണ്ട് അമർത്തിയാൽ തൊലി എളുപ്പത്തിൽ ഇളകി നിരും. ഒരു ചോപ്സ്റ്റിക് കുപ്പിയുടെ വായ്ഭാഗത്ത് വെച്ച് അതിലൂടെ ഒഴിച്ചാൽ ദ്രാവകം പുറത്തുപോകാതെ കൃത്യമായി നിറയ്ക്കാം. എണ്ണക്കുപ്പിയുടെയും മറ്റും പ്ലാസ്റ്റിക് പിടികൾ ഉപയോഗിച്ച് പാത്രത്തിന്റെ അടപ്പുകൾ ഭിത്തിയിൽ തൂക്കിയിടാം. മിക്സിയിൽ ഇറച്ചിയൊക്കെ അരയ്ക്കുമ്പോൾ അടപ്പിന് താഴെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ അഥവാ ക്ലിംഗ് റാപ്പ് വെച്ചാൽ അടപ്പ് ചീത്തയാകാതെ ഇരിക്കും. ഇഞ്ചി, വെളുത്തുള്ളി, കറുവപ്പട്ട എന്നിവ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അരിത്തൊതിയിൽ വെച്ചാൽ പ്രാണികൾ വരുന്നത് തടയാം. അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് പാത്രം പൊതിഞ്ഞ ശേഷം അതിൽ വെച്ച് ചെമ്മീൻ ആവിയിൽ വേവിച്ചാൽ കൂടുതൽ രുചി ലഭിക്കും. എന്നെ ഫോളോ ചെയ്താൽ മതി, ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം.